കണ്ണ് തിരുമ്മി അടക്കുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ കണ്ണ് തിരുമ്മി അടക്കുകയാണ്. അതാണ് അതിന്റെ ഉദ്ദേശം, അള്ളാഹുവിന്റെ നാമത്തിൽ. വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനി പ്രവാചകന്റെ മാർഗത്തിൽ. അല്ലാഹുമ്മ യസ്സിർ അലൈഹി അംറഹു, അല്ലാഹുവേ ഈ മയ്യിത്തിന്റെ, ഈ മനുഷ്യന്റെ കാര്യത്തെ നീ എളുപ്പമാക്കണം. വസഹിൽ അലൈഹി അംറഹു വസഹിൽ അലൈഹി മാ ബഅദഹു, ഈ മനുഷ്യന്റെ, ഈ മയ്യിത്തിന്റെ നിലവിലുള്ള കാര്യങ്ങളെയും ശേഷം വരാൻ പോകുന്ന കാര്യങ്ങളെയും നീ എളുപ്പമാക്കണം. വസ്ഇദ്ഹു ബിലിഖായിക, നിന്റെ ലിഖാ കൊണ്ട്, നിന്നെ ദർശിക്കൽ കൊണ്ട് ഈ വ്യക്തിയെ നീ സൗഭാഗ്യവാനാക്കണം. വജ്അൽ മാ ഖറജ ഇലൈഹി ഖൈറൻ മിമ്മാ ഖറജ അൻഹു, ഇദ്ദേഹം എവിടെ നിന്ന് പുറപ്പെടുന്നോ അതിനേക്കാൾ, അഥവാ ദുന്യാവിനേക്കാൾ ഏതൊന്നിലേക്ക് പുറപ്പെടുന്നോ ആ ഒന്നിനെ, അഥവാ ആഖിറത്തിനെ, പരലോകത്തെ ദുന്യാവിനേക്കാളും ഉത്കൃഷ്ടമായതാക്കണം, ഉത്തമമായതാക്കണം. ഈ ദുആ കണ്ണു തിരുമ്മി അടക്കുമ്പോൾ പറയണം എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. തുഹഫയിലൊക്കെ കാണാൻ കഴിയും. കുറഞ്ഞ പക്ഷം ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെങ്കിലും പറയുക. ഇത് മയ്യിത്ത് കുളിപ്പിക്കാൻ വേണ്ടി മയ്യിത്തിനെടുക്കുമ്പോഴും ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയ പ്രാർത്ഥന, അല്ലെങ്കിൽ അവിടം വരെയെങ്കിലും, പള്ളിയിലേക്ക് മയ്യിത്തിനെ കബറക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി എടുക്കുമ്പോഴും ഖബറിലേക്ക് വെക്കുമ്പോഴുമെല്ലാം ഇപ്രകാരം ചൊല്ലൽ സുന്നത്താണ് എന്ന് ഷർവാനിയിലൊക്കെ കാണാൻ കഴിയും. ഇതേ അഭിപ്രായം തന്നെയാണ് ഹനഫി മദ്ഹബിലും. മരിച്ചു എന്ന് ഉറപ്പുവരുത്തണം, അത് നിർബന്ധമാണ്.